ഹേ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒരു നല്ല സർവൈവൽ ത്രില്ലർ മൂവി കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മൂവി മിസ് ചെയ്യരുത്. സത്യം പറയാലോ, കണ്ടു തുടങ്ങി പകുതി എത്തുമ്പോഴത്തേക്കും കാണുന്ന നമുക്ക് പോലും ശ്വാസം മുട്ടിപ്പോവും. അതുപോലുള്ളൊരു മൂവിയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 പുറത്തിറങ്ങിയ ലാസ്റ്റ് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2019 റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു ഡോക്യുമെന്ററി എടുത്തിരുന്നു. അതാണ് 2025 ഈ ഒരു മൂവിയായിട്ട് ഇവരെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു സാച്ചുറേഷൻ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചെറുതായിട്ടൊന്ന് പറയാം. നടുക്കടലിലെ ഈ പെട്രോള്, ഡീസൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഖനനം ചെയ്തെടുക്കുമല്ലോ. അതുപോലെ അതിന്റെ പൈപ്പ് ലൈനുകളാണെങ്കിലും കടലിനുള്ളിലൂടെ ആയിരിക്കും പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കടലിനടിയിലുള്ള ആ ഒരു വലിയ പൈപ്പ് ലൈനുകൾക്കോ അവിടെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ശരിയാക്കാനായിട്ട് കുറച്ചുപേര് കടലിനടിയിലേക്ക് പോകും. അവരെയാണ് സാച്ചുറേഷൻ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്നും ബഹിരാകാശത്തേക്ക് എങ്ങനെയാ പോകുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളൊരു ഉറപ്പും ആർക്കും പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു കടലിനടിയിലേക്ക്. ഈ കടലിനടിയിലെന്ന് പറയുമ്പോൾ കടലിന് ഏറ്റവും അടിയിൽ അങ്ങ് താഴത്തെ തട്ടില് അവിടം വരെ പോകണം. അതുമല്ല അവിടെയാണെങ്കിൽ അത്രയും പ്രഷറാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സാച്ചുറേഷൻ ഡൈവേഴ്സ് ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടായിരിക്കും കടലിലേക്ക് ഇറങ്ങുന്നത്. ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഭൂമിയിലെ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ജോലിയാണ്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ സ്കോട്ട്ലാൻഡിലെ ഒരു കടൽ തീരം, അതുപോലെ ആ ഒരു തീരത്താണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ക്രിസ് അവന്റെ ഫിയാൻസയും താമസിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴാണ് ക്രിസ് ഇപ്പോൾ തന്റെ ജോലിക്ക് വേണ്ടി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുമല്ല അവന്റെ ഫിയാൻസ ആണെങ്കിലോ അവനോട് പറയുന്നുണ്ട്, നീ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഇനി ജീവനോട് തന്നെ തിരിച്ചു വരുമെന്ന് പോലും അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സാധാരണ ജോലിയാണ്. എന്തായാലും നിന്റെ ബോയ് ഫ്രണ്ട് ഇത്രയും നല്ലൊരു ഡൈവർ അല്ലേ, ഒരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞിട്ട് അവന്റെ ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ നേരെ പോകുന്നത് അടുത്തുള്ള വലിയൊരു കടൽ കരയിലേക്ക്. അങ്ങനെ ആ ഒരു കപ്പലിനകത്തേ കയറി അവിടെ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന എല്ലാവരെയും കണ്ട് നേരെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഡങ്കൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡൈവർ ഉണ്ട്. ഇയാൾക്കാണെങ്കിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡൈവറാണ്. നമ്മുടെ ക്രിസ്ത്യനെ കണ്ട അവനോട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ക്രിസ് ആയാലും നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ ഇവർക്ക് താമസിക്കാനുള്ള ഒരു മുറിയുണ്ട്. ഒരു മുറി എന്ന് പറയുന്നതിന് പകരം ഈ കടലിനടിയിലുള്ള ആ ഒരു പ്രഷർ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുറിയുണ്ട്. അതുപോലുള്ള ഒരു ഭാഗമാണിത്. അതിനകത്താണ് ഇവർ കഴിയേണ്ടത്. കാരണം കടലിനടിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത്രയും അതിനെ വിളിക്കുന്നത് ഡൈവിംഗ് ചേംബർ എന്നാണ്. അങ്ങനെ അവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ക്രിസിനോട് വേറൊരു കണ്ണാടി ഇട്ടൊരുത്തൻ പറയുന്നുണ്ട്, ഓക്കെ നിന്നോടൊപ്പം പുതിയൊരാളും കൂടിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പൊ ഇതൊരു 4 ടീമുണ്ട്. ടീം എ, ടീം ബി, ടീം സി, ടീം ഡി. ഇവരെ എല്ലാവരെയും ക്രെയ്ഗ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നിർദ്ദേശം എല്ലാം കൊടുക്കുന്ന ഒരുത്തനുണ്ട്. അവൻ വന്ന് എല്ലാവരെയും പിടിച്ചു നിർത്തി. ഓക്കെ അതിനുള്ളിലായിരിക്കും താമസിക്കുന്നത്. കാരണം ഈ ഒരു കടലിനടിയിലേക്ക് പോയിട്ട് ഇവരുടെ ജോലി പൂർത്തിയാക്കി ഇവർ തിരിച്ചു വന്ന് 1 മാസത്തോളം ഈ ഒരു ചേംബറിനുള്ളിൽ കഴിഞ്ഞിട്ട് വേണം വെളിയിലേക്ക് ഇറങ്ങാനായിട്ട്. കാരണം ആ ഒരു സമ്മർദ്ദം നോർമലായിട്ടുള്ള രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവരിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഏകദേശം 300 അടി താഴേക്കാണ്. അപ്പോൾ ഓരോ ടീമിലും 3 പേരാണുള്ളത്. അവരെല്ലാവരുടെയും പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ക്രിസിന്റെ ടീമിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ ക്രിസ്, പിന്നെ ഡുക്കേൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരാള്, അതേപോലെ തന്നെ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ. അങ്ങനെ ഇവർക്കുള്ള ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് ക്രിസ് ആയാലും നേരെ ഡേവിന് അടുത്തേക്ക് ചെന്ന് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഡേവ് അത്രയും ഫ്രണ്ട്ലി അല്ല. ഓക്കെ നമുക്ക് ചേംബറിനകത്ത് വെച്ച് കാണാം എന്ന് പറയുമ്പോൾ ക്രിസ് ആയാലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഡുക്കേൻ പറയുന്നത്, ഓക്കെ അവൻ അങ്ങനെയാണ് കാര്യമൊക്കെ ഉണ്ടാ, എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ 3 പേരും അവരുടെ ആ ഒരു ചേംബറിലേക്ക് കയറാണ്. ഇപ്പോൾ ഓരോ ടീമും അവരുടേതായിട്ടുള്ള ആ ഒരു ചേംബറിൽ ഇരിപ്പുണ്ട്. ക്രെയ്ഗ് ആണ് ഇവരെ എല്ലാവരെയും നിരീക്ഷിച്ച് അവർക്കുള്ള ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതും കൂടാതെ നമ്മുടെ ഡേവ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ ഈ 2 കുട്ടികളുടെ അച്ഛനും കൂടിയാണ്. ആ ഒരു കാര്യം ഡുക്കേനാണ് ക്രിസിനോട് പറയുന്നത്. വേറെ ഒന്നുമല്ല, അവൻ ഇവിടെ മാത്രമേ ഈ ഒരു മുഖം ഇങ്ങനെ വെക്കത്തുള്ളൂ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ അത്രയും ഹാപ്പിയാണെന്നെല്ലാം പറയും. ഓക്കെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ചേംബറിനകത്ത് എന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ചേംബറുകൾ അടയ്ക്കാൻ പോവാണ്. അത് അടയ്ക്കുന്നത് ഉള്ളിൽ നിന്നല്ല വെളിയിൽ നിന്നാണ് അടയ്ക്കുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ തുറക്കാതെ ഇതവർക്ക് തുറക്കാനും കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഉള്ള ആ ഒരു ചേംബറിലേക്ക് ഈ സമ്മർദ്ദം മാറുന്നതിനനുസരിച്ചുള്ള ഓക്സിജൻ, ഹീലിയം ഇങ്ങനെയുള്ള പല ഗ്യാസുകളും ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവിലായിരിക്കും ആ ഒരു ചേംബറിനകത്ത് ഇവർക്ക് കൊടുക്കുന്നത്. കാരണം ഈ ഒരു രീതിയിലായിരിക്കും കടലിനുള്ളിലേക്ക് പോകുമ്പോഴും അതിന്റെ വേരിയേഷൻ പതിയെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ ഒരു കപ്പലാണെങ്കിൽ കരയിൽ നിന്നും ഇപ്പൊ ആ ഒരു നങ്കൂരം എടുത്ത് അത് കഴിഞ്ഞ് പതിയെ കടലിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊത്തം കടലിന് നടുവിലായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് തന്നെ ഈ ഒരു കപ്പലിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും കടലിനുള്ളിലേക്ക് പോകുമ്പോൾ ഒരു പേടിയാണ്. കാരണം അവിടെ വല്ലതും പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മരണം തന്നെ ആയിരിക്കും, വേറെ ഒന്നും ചിന്തിക്കണ്ട. അപ്പൊ കടലിനടിയിലേക്ക് പോകുന്ന ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ
ഈ ഒരു ജോലിയൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതിപ്പോ വല്ല കുളത്തിലോ തോട്ടിലോ മുങ്ങിത്താഴുന്നണക്കല്ല, കടലിന് നടുവിലേക്ക് പോകുന്നതാണ്, അതും അടിത്തട്ടിലേക്ക്. അങ്ങനെ ഈ ഒരു കപ്പലായാലും നേരെ ഈ ഒരു എണ്ണയെല്ലാം ഖനനം ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അതേസമയമാണ് അകത്ത് കാണിക്കുമ്പോൾ ഈ ഒരു ചേംബറിനകത്ത് ഇവരെല്ലാവരും ആഹാരം എല്ലാം കഴിച്ചിട്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഡുക്കെയിൻ ഒരു കാര്യം പറയുന്നത്. ഡുക്കെയിൻ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഡൈവിംഗ് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതായിരിക്കും അവന്റെ അവസാനത്തെ ഡൈവിംഗ്, കാരണം ഇത് കഴിഞ്ഞിട്ട് അവൻ എന്തായാലും വിരമിക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു കാര്യവും ഇവർ രണ്ടുപേരോടും പറയുന്നു. അപ്പോഴേക്കാണ് വെളിയിലെ രാത്രിയായി. ഈ ഒരു കപ്പലാണെങ്കിൽ നല്ല തിരമാലയുണ്ട്. അതിന് മുകളിലൂടെ ഇടിച്ച് ഒരു വിധത്തില് ആ ഒരു ഡൈവിംഗ് സൈറ്റിലേക്ക് എത്തും. ഇതിപ്പോ തന്നെ കരയിൽ നിന്നും ഒരുപാട് ദൂരം ഇങ്ങ് വന്ന് കടലിന്റെ ഏകദേശം നടുഭാഗമല്ല, എന്നിരുന്നാലും നല്ല ആഴമുള്ളൊരു ഭാഗത്തേക്കാണ് ഇവർ വന്നിട്ടുള്ളത്. അങ്ങനെ അവിടേക്ക് ഈ ഒരു കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് ക്യാപ്റ്റനോട് ഇപ്പോൾ കപ്പല് ഡൈനാമിക് പൊസിഷനിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാല് ഇവർ ഈ ഒരു ഡൈവിംഗ് സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാല് കപ്പല് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം, അത് വേറെ അങ്ങോട്ട് പോകരുത്. അങ്ങനെയാണെങ്കിൽ ഡൈവേഴ്സിന് കറക്റ്റ് ആയിട്ട് താഴേക്ക് പോയിട്ട് തിരിച്ച് മുകളിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. ആ ഒരു നിലയിലേക്ക് ഈ ഒരു കപ്പലിനെ മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അതിനുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഒരു കപ്പലായാലും ഡൈനാമിക് പൊസിഷനിലേക്ക് മാറ്റാണ്. അത് ലോക്ക് ചെയ്തിടുമ്പോഴത്തേക്കും ഇനി ആ ഒരു കപ്പല് അവിടെ നിന്ന് മാറത്തില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡൈവിംഗ് സൈറ്റിൽ തന്നെ നിലനിൽക്കും. അതേസമയം ഇവിടെ നമ്മുടെ ക്രിസ് ആണെങ്കിലോ തന്റെ ഫിയാൻസെ അവൻ അയച്ചൊരു വീഡിയോ ഉണ്ട്, അതെടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാണ്. കാരണം ഈ ഒരു ജോലി എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് അവൻ അറിയാം. തിരിച്ചു പോയാലായി. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോസ് എല്ലാം അവൻ അവസാനമായിട്ടിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ക്രെയ്ഗ് ആണെങ്കിൽ ഇപ്പോൾ ഇവരോട് മൈക്കിലോട് പറയും, ഓക്കെ ആദ്യമായിട്ട് താഴേക്ക് ഇറങ്ങാൻ പോകുന്നത് ടീം എ ആണ്, എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡി ആവാൻ പറയുമ്പോൾ ക്രിസ്, ഡേവിഡ്, ഡുക്കെയിൻ ഇവർ മൂന്നുപേരും ആ ഒരു ചേംബറിനകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ജോലിക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇവരുടെ ആ ഒരു ചേംബറിൽ നിന്നും ബെല്ലെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിലാണ് ഇവർ കടലിനടിയിലേക്ക് പോകുന്നത്. ഇതിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് കമഴ്ത്തി നമ്മുടെ വെള്ളത്തിനടിയിലേക്ക് മുക്കിക്കഴിഞ്ഞാല് അതിനുള്ളിൽ ആ ഒരു എയർ നിൽക്കുമല്ലോ, അതുപോലെയാണ്. അപ്പൊ ഈ ഒരു ബെല്ലിനകത്താണ് ഇവരെല്ലാവരും താഴേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേവ് ആയാലും ക്രിസ്റ്റിനോട് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ജോലി ചെയ്യാൻ പോവാണ്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ഫോളോ ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും ആ ഒരു ബെല്ലിലേക്ക് കയറുന്നു. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും ആ ഒരു കാര്യം അപ്പോഴപ്പോഴും തന്നെ ഇവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഇവർ മൂന്നുപേരും അതിനകത്ത് കയറിയെന്ന് പറഞ്ഞ് ആ ഒരു ഡോർ അങ്ങ് അടച്ചിട്ട് ഓക്കെ ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ക്രെയ്ഗ് ആയാലും ഓക്കെ നിങ്ങളെ ഇപ്പോൾ താഴേക്ക് കൊണ്ടുപോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബെല്ലുണ്ടല്ലോ കപ്പലിന്റെ അടിഭാഗം തുറന്ന് ഇവരിയ്ക്കുന്ന ആ ഒരു ബെല്ലെന്ന് പറഞ്ഞ ആ ഒരു ഭാഗം പതിയെ കടലിനടിയിലേക്ക് ഇങ്ങനെ ഇറക്കാണ്. അതുമല്ല ആ ഒരു ബെല്ലിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഒരു റോബോട്ട് ഉണ്ടാവും, അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യവും അവിടെ മോണിറ്റർ ചെയ്ത് കാണാൻ കഴിയും. അങ്ങനെ ഇവർ മൂന്നുപേരും ഇരിക്കുന്ന ആ ഒരു ബെല്ലായാലും പതിയെ താഴേക്ക് ഇറങ്ങുന്നു. സത്യം പറയില്ല, ഇതിപ്പോ കാണുമ്പോൾ ആ ഒരു ബെല്ലിന് ചുറ്റുമുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ കടലിനടിയിൽ വേറെ വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ കാണുന്ന നമുക്കായാലും അത്രയും പേടിയാവും. അങ്ങനെ ഈ ഒരു ബെല്ലായാലും കടലിന്റെ അടിത്തട്ടിലേക്ക് എത്തി, അതും കടലിന്റെ മുകളിൽ നിന്നും 300 അടി താഴേക്കാണ് ഈ ഒരു ബെല്ലിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം ഡുക്കെയിനോട് ക്രെയ്ഗ് പറയുമ്പോഴത്തേക്കും അവൻ ആ ഒരു ഡോർ അങ്ങ് തുറക്കും. ഡോർ തുറക്കുമ്പോൾ ഈ ഒരു ബെല്ലാണെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് പോവാണ്, കാരണം അതിനകത്തേക്ക് ആ ഒരു പ്രഷർ ഇങ്ങനെ നിൽക്കല്ലേ, അതുമല്ല വെള്ളത്തിലായതുകൊണ്ട് തന്നെ അതിങ്ങനെ അനങ്ങിക്കിടക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളത്തിന്റെ താപനില എങ്ങനെയാണെന്നെല്ലാം പരിശോധിച്ച് ഇപ്പൊ ആദ്യം ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഡേവ് ആണ്. അപ്പൊ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഡേവ് ആയാലും പതിയെ താഴെയായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ ചവിട്ടി നിൽക്കുമ്പോഴത്തേക്കും ഇതിന് മുകളിലാണ് തല ഇങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഡേവിന്റെ തലയിലേക്ക് ആ ഒരു ഹെൽമെറ്റ്, അത് സാധാരണ ഹെൽമെറ്റ് അല്ല, അത്രയും വെയിറ്റ് ഉണ്ട്, അതെടുത്ത് തലയിലേക്ക് വെച്ച് അവന് കറക്റ്റായിട്ട് ശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഡേവ് ആയാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഡേവ് പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നും കാണുന്ന ഓരോ സീനിലും ഇവർ ശ്വാസം എടുക്കുന്ന ആ ഒരു ശബ്ദം, പിന്നെ കടലിനടിയിലെ ആ ഒരു ഇരുട്ട്, സത്യം പറയലോ ഒരു വലിയ സ്ക്രീനിലാണ് നിങ്ങൾ ഈ ഒരു മൂവി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വല്ലാത്ത അനുഭവമായിരിക്കും. അങ്ങനെ ആ ഒരു ബെല്ല് ഏറ്റവും താഴെ തട്ടിയിട്ടില്ല, എന്ന് വെച്ചാൽ ഈ ഒരു കടലിന്റെ അടിത്തട്ടിൽ തട്ടിയിട്ടില്ല, അതിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡേവ് ആയാലും ആ ഒരു ബെല്ലിൽ നിന്ന് നേരെ താഴേക്ക് ചാടാണ്. അപ്പൊ ഈ ഒരു ബെല്ലിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓക്സിജൻ ട്യൂബുകള്, അതേപോലെ തന്നെ ഇവരെ കണക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വയറുകൾ, ഇത് മാത്രമേ ഉള്ളൂ. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാല് പിന്നെ നോക്കണ്ട, കടലിനടിയിൽ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, അവസാനം ശ്വാസമില്ലാതെ മരിക്കേണ്ടി വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇറങ്ങുന്നത് നമ്മുടെ ക്രിസ് ആയാലും ഇതുപോലെ തന്നെ ആ ഒരു ഹെൽമെറ്റെല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ട് അവനായാലും ആ ഒരു ബെല്ലിലൂടെ താഴേക്ക് ഇറങ്ങി. ഇപ്പൊ താഴേക്ക് ചാടാൻ തന്നെ ചെറിയൊരു പേടിയിലാണ് നിൽക്കുന്നത്, കാരണം അവൻ ശ്വസിക്കുന്ന ആ ഒരു ശബ്ദം നമ്മുടെ ക്രെയ്ഗിന്, ഈ കപ്പലിലിരിക്കുന്ന ക്രെയ്ഗിന് കേൾക്കാൻ കഴിയും. അപ്പൊ ക്രെയ്ഗ് ആയാലും പറയുന്നുണ്ട്, ക്രിസ് കുറച്ച് പതിയെ ശ്വസിക്കേ, ടെൻഷൻ വേണ്ട എന്ന് പറയുമ്പോൾ ക്രിസ് ആയാലും ഓക്കെ പതിയെ ഇങ്ങനെ ശ്വസിച്ചിട്ട് നേരെ ആ ഒരു ബെല്ലിൽ നിന്ന് താഴേക്ക് ചാടും. അങ്ങനെ താഴേക്ക് ചാടി ഈ ഒരു കടലിന്റെ അടിത്തട്ടിലെത്തി അവിടെ വന്ന് നിന്നിട്ട് ഇപ്പോ നമ്മുടെ ഡേവിനെ കാണുന്നില്ല. ക്രിസ് ആയാലും ഞാൻ താഴെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഡൈവർ 2 ആണ്, ഡൈവർ 1 ഇവിടെ എന്നുള്ള രീതിയിൽ അവൻ പേടിച്ച് നിൽക്കുമ്പോൾ ഡേവ് പെട്ടെന്ന് പുറകിലോടെ വന്ന് അവനെ പിടിച്ചിട്ടാണ് ദേ ഈ വഴിയാണെന്ന് പറഞ്ഞ് ക്രിസിനെ ഡേവിന്റെ പുറകെ തന്നെ കൊണ്ടുപോകുന്നു. എന്റെ അമ്മോ നോക്ക്, കടലിനടിയില്
അത് ഏറ്റവും അടിയില് അത്ര ഇരുട്ടുള്ള സ്ഥലം, ഇവരുടെ ആ ഒരു ചെറിയ വെളിച്ചം മാത്രം. അയ്യോ, വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലേ. അങ്ങനെ ഇവർ നടന്ന ആ ഒരു പൈപ്പുകളുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഇവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരു പവർ കേബിള് ഇപ്പോൾ ഈ ഒരു കപ്പലിൽ നിന്ന് താഴേക്ക് ഇറക്കി വിട്ടുകൊടുക്കും. അതെടുത്ത് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പലിൽ നിന്നുള്ള ആ ഒരു പവർ ഇവിടേക്ക് വന്ന് ഇവിടെ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു പവർ കേബിള് ഇപ്പോൾ താഴേക്ക് വന്ന് ഇവർ രണ്ടുപേരും ആ ഒരു കേബിൾ എടുത്ത് നേരെ അവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതും അവിടെയുള്ള വെളിച്ചമെല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് നല്ലതുപോലെ എല്ലാ സ്ഥലവും കണ്ടിട്ട് അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ കഴിയും. അതുപോലെ ഡുക്കെയിനാണ് ഈ ഒരു ബെല്ലിലിരുന്നിട്ട് ഈ ഒരു വയറ് താഴേക്ക് വിട്ടുകൊടുക്കുന്നത്. ഇവർ എത്ര ദൂരം പോകുന്നു അത്രയും ദൂരം ഈ ഒരു വയറ് താഴേക്ക് ഇടണം, അതേപോലെ തന്നെ അത് വലിച്ച് കയറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡുക്കെയിൻ ഈ ഒരു ബെല്ലിലിരുന്ന് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസും ഡേവും രണ്ടു വശങ്ങളിലേക്ക് പോയിട്ട് അങ്ങനെ നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ സാധാരണ രീതിയിൽ ഈ ഒരു വെളിയിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പരിശോധിക്കുന്നുണ്ട്. ക്രിസ് ആണെങ്കിലോ ഈ ഒരു വലിയ പൈപ്പ് തൂണുകളുണ്ടല്ലോ അതിനിടയിലൂടെയെല്ലാം പതിയെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരിടത്തേക്ക് ചെന്ന് ഒരു വ്രിഞ്ച് ഉപയോഗിച്ച് അവിടെയുള്ള ഒരു ഭാഗം ചെറുതായിട്ട് ലൂസ് ചെയ്യാനായിട്ട് നിൽക്കാണ്. കാരണം ഇവിടെ ഫ്ലോ എന്തോ കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും താഴെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മുകളിൽ കപ്പലിൽ കാണിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പോൾ എന്തോ ഒരു സംശയം. അപ്പോൾ ക്യാപ്റ്റൻ ഇവരോട് ചോദിക്കും, കപ്പൽ ഇപ്പോഴും കറക്റ്റായിട്ട് തന്നെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഡൈനാമിക് പൊസിഷനിലാണല്ലോ ഇവർ മാറ്റിയിട്ടുള്ളത്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും കപ്പലിന്റെ ഫാനുകളെല്ലാം പ്രവർത്തിക്കാതെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുകയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ കടലിലെ തിരമാല കൊണ്ട് കപ്പൽ ഒരിടത്ത് തന്നെ നിൽക്കത്തില്ല, അത് അവിടെ നിന്നും അനങ്ങാൻ തുടങ്ങും. കാണിക്കുമ്പോഴത്തേക്കും കപ്പലിലെ ഒരു ഭാഗത്ത് എന്തോ ഒരു തകരാറ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാനുകളെല്ലാം നിലച്ചതുകൊണ്ട് കപ്പൽ ഇപ്പോൾ പതിയെ നീങ്ങാൻ തുടങ്ങും. ഇവർക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും കഴിയുന്നില്ല. ആ ഒരു സമയത്ത് താഴെ നമ്മുടെ ഡേവിന് ഈ ഒരു കാര്യം മനസ്സിലായി. കാരണം ക്രേഗ് ഈ ഒരു കാര്യം ഡേവിനോട് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ക്രേഗ് ഈ ഒരു കാര്യം ഡേവിനോട് പറയും. അതുമല്ല ഇവരുടെ ആ ഒരു വയറ് അനങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഡേവിന് കാര്യം മനസ്സിലായി, കപ്പൽ നീങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഡേവ് ആയാലും ക്രിസിനോട് പറയും, ക്രിസ് നീ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് വാ, കപ്പൽ അനങ്ങാണ്, ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുതെന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവ് നിൽക്കുന്നത് പോലെ ക്രിസ് വെളിയിലല്ല നിൽക്കുന്നത്, അവൻ കുറെ ഉള്ളിലേക്ക് കയറിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഗ്യാപ്പ് വഴി അവൻ വെളിയിലേക്ക് ഇറങ്ങി വരണം, അതാണിപ്പോൾ പ്രശ്നം. അങ്ങനെ ഈ ഒരു കാര്യം കൂടി മനസ്സിലായതും നമ്മുടെ ക്രിസ് പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. സത്യം പറയാലോ ഇവിടെ ഒരു മ്യൂസിക് ഇട്ട് നമ്മൾ നല്ലതുപോലെ ടെൻഷൻ അടിപ്പിക്കും. എന്തായാലും ഒരു വിധത്തില് നമ്മുടെ ക്രിസ് നേരെ വെളിയിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും ഈ ഒരു വയറിൽ പിടിച്ച് പതിയെ മുകളിലേക്ക് കയറും. കാരണം മുകളിലേക്ക് കയറില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പൽ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് പോലും അറിയാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ ഒരു പൈപ്പിൽ എവിടെയെങ്കിലും തട്ടി നിന്ന് കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് രണ്ടുപേരും ഇപ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയിട്ട് ആ ഒരു ബെല്ലിലേക്ക് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡേവ് ആയാലും ആദ്യം തന്നെ ഈ ഒരു ഇവർ നിൽക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ അതിന് മുകളിലേക്ക് കയറും. ഇതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസിനിപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ പതിയെ അള്ളിപ്പിടിച്ച് ഒരു വിധത്തിൽ മുകളിലേക്ക് കയറിയിട്ട് ഓക്കെ ഞാൻ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം. നമ്മുടെ ക്രിസിന്റെ വയറ് താഴെയുള്ള ആ ഒരു പവർ കേബിൾ ഉണ്ടല്ലോ അതിൽ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ അവൻ അത് വലിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ ഒരു കപ്പൽ അനങ്ങുന്നത് കൊണ്ട് തന്നെ ഇവരെ താഴെ നിന്ന് നല്ലതുപോലെ വലിക്കുമല്ലോ. ആ ഒരു വലിക്കുന്ന സമയത്ത് ഈ ഒരു പവർ കേബിളും ഊരിയങ്ങ് പോവും. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ് ആണെങ്കിലോ അവിടെ കുടുങ്ങിക്കിടക്കാണ്. കപ്പൽ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവനിങ്ങനെ വലിഞ്ഞു നിൽക്കല്ലേ. കുടുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇവിടെ മുകളിലാണെങ്കിലോ കപ്പൽ ഇപ്പോൾ കുറച്ചു ദൂരം അനങ്ങിയിട്ട് പിന്നെ അനങ്ങുന്നില്ല. കാരണം നമ്മുടെ ക്രിസിനെ അവിടെ വലിച്ചു നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഈ ഒരു കപ്പലിന്റെ ആങ്കറായിട്ട് നിൽക്കുന്നത് ക്രിസ് ആണ്. കാരണം അവന്റെ പിടിവിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കപ്പൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമ്മുടെ ഡേവ് ആണെങ്കിൽ തിരിച്ചു വന്നിട്ട് ഓക്കെ ഞാൻ അവരെ രക്ഷിക്കാനായിട്ട് പോവാണെന്നും പറഞ്ഞ് ക്രിസിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഓക്കെ ക്രിസ് ഞാൻ നിന്നെ പിടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ എത്തുമ്പോഴത്തേക്കും ഈ ഒരു കപ്പൽ കുറച്ചുകൂടി നീങ്ങിയിട്ട് നമ്മുടെ ക്രിസിന്റെ ദേഹത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയർ പൊട്ടി. അത് വേറെ ഒന്നല്ല, ആ ഒരു ഓക്സിജൻ പൈപ്പാണ്. അത് പൊട്ടുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസിന് ഇപ്പോൾ ശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ക്രിസ് പറയുന്നുണ്ട് എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഡേവ് പറയും ഓക്കെ ക്രിസ് ഞാൻ പറയുന്നത് പോലെ കേൾക്ക്, മാനുവൽ ആയിട്ടുള്ള രീതിയിൽ അത് സ്വിച്ച് ചെയ്യാൻ പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പൊ ആ ഒരു സ്യൂട്ടിനുള്ളിൽ കുറച്ച് ഓക്സിജൻ ഉണ്ടാവും, അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറയുമ്പോൾ ക്രിസ് ആയാലും അതിലേക്ക് സ്വിച്ച് ചെയ്യും. എന്നിട്ട് പറയും ഓക്കെ പതിയെ ശ്വസിക്ക്, കൂളായിട്ടിരിക്കാൻ പറയുന്നതും ക്രിസ് ആയാലും ആ ഒരു രീതിയിൽ പതിയെ ഇങ്ങനെ ശ്വസിച്ച് നിൽക്കാണ്. അപ്പോൾ മുകളിൽ ക്രേഗിനോട് ആ ഒരു ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് അവൻ എത്ര ഓക്സിജൻ ഇനി ബാക്കിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇനി 10 മിനിറ്റ് മാത്രമേ അവൻ ആ ഒരു സ്യൂട്ടിനകത്തെ ഓക്സിജൻ ശ്വസിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും അവൻ മരണപ്പെടും. അപ്പോൾ ഇവിടെ നമ്മുടെ ഡേവ് ക്രിസിനോട് പറയുന്നുണ്ട് ക്രിസ് നീ ഇവിടെ തന്നെ ഇരിക്കുകയും നിനക്ക് ബാക്കപ്പിനായിട്ടുള്ള ആ ഒരു വയറും കൊണ്ട് ഞാൻ ഉടനെ തന്നെ താഴേക്ക് വരും. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ പിടിച്ചു കിടക്കുക, ഒരു കാരണവശാലും വേറെ എങ്ങോട്ടും പോരുത് എന്ന് പറയുന്ന സമയത്ത് ദേ ഇതുപോലെ ആ ഒരു ബാക്കിയുള്ള വയറുകളും പൊട്ടിപ്പോയിട്ട് അതിന്റെ ആ ഒരു പ്രഷറിൽ ക്രിസിന്റെ പിടിവിട്ട് അവൻ എങ്ങോട്ടോ അങ്ങ് പോവാണ്. അതും കടലിന്റെ ആഴങ്ങളിലേക്ക്. ഇനി അവനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ക്രിസിന്റെ ദേഹത്തുള്ള ഈ ഒരു വയർ പൊട്ടിപ്പോകുന്നതും ഇപ്പോൾ ആ ഒരു കപ്പല് അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങുന്നു.
ഡേവിനായാലും ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ക്രിസിനെ രക്ഷപ്പെടുത്താനായിട്ട് തിരിച്ചു പോകാനോ എവിടെയെന്ന് പറഞ്ഞിട്ട് പോയി അന്വേഷിക്കാനായിട്ട്. ഇപ്പോൾ ഡേവ് ആയാലും വേറെ നിവൃത്തിയില്ലാതെ അവനും ആ ഒരു വയറിൽ പിടിച്ചിട്ട് മുകളിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ ഡങ്കൻ ആണെങ്കിലും ക്രിസിന്റെ ആ ഒരു വയറെല്ലാം വലിച്ച് മുകളിലേക്ക് എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയെന്നുള്ള കാര്യം അവനും മനസ്സിലായി. ഇപ്പോൾ ഷിപ്പിലിരിക്കുന്ന എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നല്ല വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. കാരണം ക്രിസ് ഇവരുടെ ഒരു ജോലിക്കാരനാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇനി എന്താണ്, ഈ ഒരു കപ്പൽ നിയന്ത്രണം വിട്ട് ഈ ഒരു വർക്കിംഗ് സൈറ്റിൽ നിന്നും മാറി മാറി പോകുന്നുണ്ട്. ഇപ്പോൾ ക്രിസിനെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പൊ അങ്ങനെ ഒരു മാർഗം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പൽ സ്ഥിരമായിട്ടും അവിടെ തന്നെ നിൽക്കണം. ഇങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ എവിടെയെന്നും പറഞ്ഞ് ക്രിസിനെ അന്വേഷിക്കാനായിട്ട്, അതും ഈ ഒരു ആഴക്കടലിലെ. അപ്പോൾ അതവിടെ ഡേവ് ആയാലും ഡങ്കനോട് എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ക്രെയ്ഗ് ക്യാപ്റ്റനോട് പറയുന്നത്, ക്യാപ്റ്റൻ നമുക്ക് ആങ്കർ ഇട്ടാലോ? അപ്പൊ ക്യാപ്റ്റൻ പറയും ഒരിക്കലും അത് ശരിയാവത്തില്ല. കാരണം ഇപ്പൊ ഇവര് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് കടലിനടിയിലൂടെ ഒരുപാട് പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട്. ഈ ഒരു ആങ്കർ കുടുങ്ങി ഏതെങ്കിലും ഒരു പൈപ്പ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാനുവലായിട്ട് ഈ ഒരു കപ്പലിനെ പിടിച്ചു നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പലിന് ഇപ്പൊ വന്ന ആ ഒരു പ്രശ്നം അത് പരിഹരിക്കുക. ഇതല്ലാതെ ഒരു റിസ്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയും. അതേസമയം കടലിനടിയിൽ നമ്മുടെ ക്രിസിനെ കാണിക്കുമ്പോൾ ക്രിസ് ഇപ്പോൾ തന്റെ കയ്യിലുള്ള ഒരു ഫ്ലൈ ലൈറ്റ് ഉണ്ട്, അത് കത്തിച്ചിങ്ങനെ നിൽക്കാണ്. അതുമല്ല നമ്മുടെ ക്രിസിന് ഇനി അവശേഷിക്കുന്ന ആ ഒരു ഓക്സിജൻ 8 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു 8 മിനിറ്റിനുള്ളിൽ ആരെങ്കിലും ക്രിസിനെ രക്ഷിക്കാനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഓക്സിജൻ ഇല്ലാതെ പതിയെ പതിയെ ഈ കടലിനകത്ത് വെച്ച് തന്നെ മരിക്കും. അതുപോലെ ക്രിസ് ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഫ്ലെയർ ലൈറ്റ് കത്തിച്ചിട്ട് ആ കടലിനടിയിൽ ഡങ്കനെ അന്വേഷിക്കണം നടക്കണം. ഡങ്കൻ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് നല്ലതുപോലെ പേടിച്ച് ആ ഒരു ചെറിയ വെട്ടത്തിൽ മാത്രം അവനിങ്ങനെ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്രിസ് ചിന്തിക്കുന്നത്, ഓക്കെ ഇപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല, ഇവർ വർക്ക് ചെയ്ത ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു പൈപ്പ് ലൈനുകളൊക്കെ ഉള്ള ആ ഒരു ഭാഗം, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ അതിന് മുകളിലേക്ക് കയറി കിടക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർ രക്ഷിക്കാൻ വരുമ്പോൾ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആ ഒരു സ്ഥലം എവിടെയാണെന്ന് കടലിനടിയിലെ ആ ഒരു ഇരുട്ടില് നമ്മുടെ ക്രിസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്രിസ് ഇപ്പോൾ ഏകദേശം ആ ഒരു സ്ഥലത്ത് എത്താറായി. അതുകൊണ്ട് എന്തായാലും കാണുന്ന നമുക്കൊരു ആശ്വാസമുണ്ട്. ഇപ്പൊ ഈ ഒരു കപ്പലാണെങ്കിൽ ഈ ആ ഒരു വർക്കിംഗ് സൈറ്റിൽ നിന്നും കുറെ ദൂരം മാറിപ്പോയിട്ടുണ്ട്. ഇതിപ്പോ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ഈ ഒരു കപ്പലിനെ ഡൈനാമിക് പൊസിഷനിലേക്ക് മാറ്റിയേ പറ്റൂ. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും ഇവരെ കൊണ്ട് കഴിയത്തില്ല. കാരണം ഈ ഒരു കപ്പല് കരയിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. നടുക്കടലിൽ വെച്ച് ചെയ്യുന്നത് വലിയ അപകടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറയും അതെനിക്ക് മനസ്സിലായി, പക്ഷെ നമുക്ക് ക്രിസിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്ത് ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അത് ഞാൻ ഏറ്റെടുത്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ഈ ഒരു കപ്പല് മാനുവലായിട്ട് നിയന്ത്രിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ ഒരു വർക്കിംഗ് സൈറ്റിൽ നിന്ന് ഒരു മാറിപ്പോയാലോ കപ്പൽ ഇപ്പോൾ മാനുവലായിട്ട് നിയന്ത്രിച്ച് അവർ ആ ഒരു സൈഡിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ഇവിടെ താഴെ നമ്മുടെ ക്രിസിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഫ്ലെയർ ലൈറ്റും കത്തിച്ച് നടന്ന് വന്ന് ഒരു വിധത്തില് ഇപ്പൊ ആ ഒരു പൈപ്പ് ലൈൻ കണ്ടുപിടിച്ചു. അതുമല്ല അവൻ അവശേഷിക്കുന്ന ആ ഒരു ഓക്സിജൻ ടൈം ഇനി വെറും 4 മിനിറ്റ് മാത്രം. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ക്രിസിന് ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്, ഇതിന് മുകളിലേക്ക് വന്ന് കിടക്കുക. അങ്ങനെയാണെങ്കിൽ അവർ തിരിച്ചു വന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ക്രിസിനെ അന്വേഷിക്കുമ്പോഴത്തേക്ക് അവനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവൻ ആ ഒരു ഫ്ലെയർ ലൈറ്റ് കത്തിച്ച് താഴെ തന്നെ ഇട്ടിട്ട് പതിയെ ഒരു പൈപ്പിലൂടെ പിടിച്ച് മുകളിലേക്ക് കയറാണ്. ഈ ഒരു ഫ്ലെയർ ലൈറ്റ് അണഞ്ഞു പോയി കഴിഞ്ഞാല് പിന്നെ ഒട്ടും വെളിച്ചമില്ല, കുറ്റാക്കൂരി ഇരുട്ടായിരിക്കും. അങ്ങനെ ആ ഒരു പേടിയിൽ നല്ല ടെൻഷനും ഉണ്ട്. അതുമല്ലാതെ ഈ ഒരു ടെൻഷൻ അടിച്ചിട്ട് നല്ലതുപോലെ ശ്വസിച്ചു കഴിഞ്ഞാല് ഈ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് തന്നെ കുറയും. ഇനിയും വെറും 4 മിനിറ്റ് മാത്രമേ ആ ഒരു സ്യൂട്ടിനുള്ളിലെ ഓക്സിജൻ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ക്രിസ് ആയാലും പതിയെ ഇതിന് മുകളിലേക്ക് ഒരു വിധത്തിൽ കയറി വന്നിട്ട് ഇനി ആരെങ്കിലും അവനെ രക്ഷിക്കാൻ വരുന്നത് വരെയും അവൻ ഇവിടെ കഴിയണം. ആ ഒരു 4 മിനിറ്റത്തെ ഓക്സിജനും വെച്ചുകൊണ്ട് ചിലപ്പോൾ അവർ വരാനായിട്ട് 1/2 മണിക്കൂറാവും, 1 മണിക്കൂറാവും. അതൊരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇപ്പൊ ക്രിസിന്റെ ഓക്സിജൻ ആയാലും പതിയെ കുറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവന്റെ ഫിയാൻസി അവൻ അയച്ച ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, നീ എന്തായാലും തിരിച്ചു വരണം ഒരു കുഴപ്പമില്ലാതെ എന്ന് അവള് പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ക്രിസ് ഇങ്ങനെ ആലോചിച്ച് നോക്കി. അവന്റെ ആ ഒരു ഓക്സിജൻ പതിയെ തീർന്ന് അവൻ അതിന് മുകളിലേക്ക് ഇങ്ങനെ വീഴാണ്. അതുമല്ല ആ ഒരു ഫ്ലെയർ ലൈറ്റ് ആണെങ്കിലും അണഞ്ഞുപോയി. ഇനി അവന്റെ സ്യൂട്ടിനകത്ത് അവശേഷിക്കുന്ന ഓക്സിജൻ വെറും 17 സെക്കൻഡ് മാത്രം. അപ്പോഴേക്കും തന്നെ ഇവിടെ മുകളിൽ നമ്മുടെ ക്യാപ്റ്റൻ ഈ ഒരു കപ്പൽ മാനുവലായിട്ട് തന്നെ തിരിച്ച് ഈ ഒരു വർക്കിംഗ് സൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ ഒരു സമയത്താണ് കോ ക്യാപ്റ്റൻ പറയുന്നത്, ഇപ്പൊ നമുക്കിത് ഡൈനാമിക് പൊസിഷനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും റീസെറ്റ് ചെയ്യേണ്ടി വരും. അതും ആരെങ്കിലും പണിക്ക് വരുമ്പോൾ മാത്രമാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാപ്റ്റൻ ഇപ്പോൾ അവിടെ നിന്നും ഇത് റീസെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് മാനുവലായിട്ട് കൈകൊണ്ട് തന്നെ ചെയ്യണം. അതിന്റെ വയറെല്ലാം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും തന്നെ ഇതിനകത്തുള്ള ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ, അത് പ്രവർത്തിക്കുന്ന ഒരുത്തനോട് ക്രെയ്ഗ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയും, അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മുടെ ക്രെയ്ഗും അവനും കൂടി ചേർന്നിട്ട് ഈ ഒരു റോബോട്ടിനെ പതിയെ കടലിനടിയിലേക്ക് ഇറക്കി വിട്ട് ക്രിസ് എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെ ആദ്യം ഈ ഒരു പൈപ്പിന്റെ താഴ്വാശത്തെല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ എവിടെയും കാണുന്നില്ല. അപ്പോൾ ക്രെയ്ഗ് പറയും ശരി ഒന്ന് മുകളിലേക്ക് പോയി നോക്കാൻ പറയുമ്പോൾ ഇവരായാലും ആ ഒരു റോബോട്ടിക് ക്യാമറ മുകളിലേക്ക് കൊണ്ടുപോകുന്നതും അതിന് മുകളിലായിട്ട് നമ്മുടെ ക്രിസ് കിടപ്പുണ്ട്. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചാല്
അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. അവന്റെ ശരീരത്തിലുള്ള ഓക്സിജൻ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കൈയും കാലും മാത്രം ചെറിയ രീതിയിൽ അനങ്ങുന്നുണ്ട്. ഇല്ലാതെ അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി പൂർണ്ണമായിട്ടും ശരീരത്തിനുള്ളിലെ എല്ലാ ഓക്സിജനും പുറത്തു പോയി മാത്രമേ അവൻ എന്തായാലും മരിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ അവനെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ കണ്ടു നിൽക്കേണ്ടി വരും. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, ശരീരത്തിനുള്ളിലെ ഓക്സിജൻ എല്ലാം കഴിഞ്ഞ അവസാനം ഈ തലച്ചോറിലെ ഓക്സിജൻ എല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവത്തുള്ളൂ. അപ്പോഴേക്കാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ക്രിസ് ഓക്സിജൻ ഇല്ലാതെ ഇതിന്റെ മുകളിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 7 മിനിറ്റായി. ഇവിടെ ആ ഒരു കോ ക്യാപ്റ്റൻ ആണെങ്കിലും ഈ ഒരു വയറുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അതും ശരിയാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കാണ് ക്രെയ്ഗ് അടുത്തിരിക്കുന്ന ആ ഒരു കണ്ണാടിയോട് പറയുന്നത്, ഓക്കെ, ആ റോബോട്ടിക് ക്യാമറയുടെ മുന്നിലായിട്ട് ചെറിയൊരു ക്ലിപ്പ് പോലെ ഒന്നുണ്ട്, നല്ല നീളമുള്ളതാണ്, അത് വെച്ച് നമ്മുടെ ക്രിസിനെ ഉയർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല, കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ക്രിസിന്റെ ജീവൻ പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കിപ്പോൾ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ക്രെയ്ഗ് പറയും, ശരി, അതിന്റെ കൺട്രോൾ ഞാൻ ഏറ്റെടുക്കാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു റോബോട്ടിക് ക്യാമറയുടെ കൺട്രോൾ ഇപ്പോൾ ക്രെയ്ഗ് ഏറ്റെടുത്ത് അവൻ പതിയെ ആ ഒരു മുന്നിലുള്ള ക്ലിപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ക്രിസിന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുകൊണ്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ തവണ അത് പതിയെ കൊണ്ടുപോയിട്ട് ഇതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ കുറച്ചുകൂടി പുറകിലേക്ക് വന്ന് വീണ്ടും ഇത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഏകദേശം ഒരു രീതിയിൽ മാത്രമേ അത് പിടിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ തവണ പിടിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലിപ്പിൽ പിടി വീഴുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ക്രിസ് മുകളിലേക്ക് വരുന്നില്ല. ഇപ്പോഴാണ് അവർ ശ്രദ്ധിക്കുമ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ് ഇതിന് മുകളിലേക്ക് കയറിയിട്ട് അവൻ എന്തായാലും മരിക്കുമെന്നറിയാം. അതുപോലെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമ്പോഴത്തേക്കും അവന്റെ ശരീരം ഇവിടെ നിന്ന് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി ഇതിന് മുകളിലായിട്ട് തന്നെ അവന്റെ ശരീരം അവനിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് അവന്റെ ശരീരം എന്തായാലും ഇവിടെ നിന്നും ഒഴുകി പോകത്തില്ല. അപ്പോൾ എന്തായാലും ക്രിസ് ബുദ്ധിയോടെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ക്രിസിന്റെ ശരീരം അവർക്ക് മുകളിലേക്ക് കൊണ്ടുവരാനും കഴിയത്തില്ല. ഇനിയിപ്പോൾ ഒരു കപ്പൽ നിയന്ത്രിച്ച് നേരെ ആ ഒരു വർക്കിംഗ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ആളിറങ്ങി താഴേക്ക് ചെന്നാൽ മാത്രമേ ക്രിസിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അപ്പോഴേക്കാണ് നമ്മുടെ കോ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വിധത്തിൽ ആ ഒരു വയറെല്ലാം വീണ്ടും കണക്ട് ചെയ്തിട്ട് അത് റീസെറ്റ് ചെയ്യുന്നതും ഇതിപ്പോൾ കറക്റ്റായി. അതുകൊണ്ട് എന്തായാലും ഇവർക്ക് ആ ഒരു കപ്പല് ഡൈനാമിക് പൊസിഷനിലേക്ക് മാറ്റി വീണ്ടും ആ ഒരു വർക്കിംഗ് സൈറ്റിലേക്ക് കൊണ്ടിട്ടിട്ട് ഇത്തവണ എന്തായാലും നമ്മുടെ ക്രിസിന്റെ ശരീരം മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവരെ കൊണ്ട് കഴിയും. അങ്ങനെ ഈ ഒരു കാര്യം ഡുക്കേനോടും ഡേവിഡിനോടും പറയുമ്പോഴത്തേക്കും ഡുക്കേനായാലും പറയുന്നുണ്ട്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെയ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു കപ്പല് വീണ്ടും അവിടെ നിന്ന് തിരിച്ച് നേരെ ആ ഒരു വർക്കിംഗ് സൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഡൈനാമിക് പൊസിഷനിൽ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ ഡേവിനെ വീണ്ടും ആ ഒരു ബെല്ലിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നു. അതുപോലെ ഡേവ് താഴേക്ക് പോകുന്നതിന് മുന്നേ ഡുക്കെയിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത്തവണ എനിക്ക് 2 ഡ്രൈവർമാരെ ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്, സേഫ് ആയിട്ട് അവനെ കൊണ്ട് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ക്രിസ് ആയാലും അതേന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കടലിനടിയിലേക്ക് പോവാണ്. അങ്ങനെ ഡേവ് ഒരു വിധത്തിൽ നേരെ താഴേക്ക് വന്ന് ക്രിസിന്റെ ആ ഒരു ലോക്ക് പതിയെ അഴിച്ചിട്ട് ക്രിസിൻ ഒരു വിധത്തിൽ ഡേവിന്റെ ശരീരത്ത് കെട്ടിവെച്ചിട്ട് ഇപ്പൊ ക്രിസിനെ കൊണ്ട് മുകളിലേക്ക് വരാൻ പോവാണ്. അപ്പോഴേക്കാണ് മുകളിൽ അടുത്തൊരു പ്രശ്നം വേറൊന്നുമല്ല, ഈ കടലിലെ തിരമാല കൂടുമ്പോഴത്തേക്കും ഈ ഒരു കപ്പൽ വീണ്ടും ആടി ഉലയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ബെല്ലുണ്ടല്ലോ അതിനെ നിയന്ത്രണം വിട്ട് അതും ഇങ്ങനെ ആടുന്നു. ഇവർക്കാണെങ്കിലും മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു ബെല്ലിന്റെ നിയന്ത്രണം വിട്ട് അത് ആടി ഇവരുടെ ദേഹത്തേക്ക് ഇടിക്കാനായിട്ട് വരുന്നതും രണ്ടുപേരും അതിന് മുകളിൽ നിന്നും കുറച്ചുകൂടി താഴേക്ക് പോകും. അങ്ങനെ താഴേക്ക് പോയിട്ട് ഇപ്പോൾ തൂങ്ങിക്കിടക്കാണ്. അതുമല്ല കപ്പൽ വീണ്ടും മുന്നിലേക്ക് അനങ്ങാൻ തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു ബെല്ലിനോടൊപ്പം തന്നെ ഇവരെയും വലിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഡേവ് എന്താ ചെയ്യുന്ന വെച്ചാൽ ക്രിസിനെ എന്തായാലും വിടത്തില്ല. അത് കഴിഞ്ഞ് ഈ ഒരു വയറിൽ പിടിച്ച് പതിയെ പതിയെ മുകളിലേക്ക് കയറും. അതുപോലെ ഈ ഒരു കപ്പൽ മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിനെ താഴേക്ക് വലിക്കുന്നത് പോലെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിനെതിരായിട്ട് വേണം ഡേവ് ആ ഒരു വയറിൽ പിടിച്ച് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഡുക്കേനായാലും നല്ലതുപോലെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും മുകളിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഡേവ് ആയാലും എന്തായാലും മുകളിലേക്ക് പോയേ പറ്റൂ. പിടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ ആ താഴേക്കുള്ള ആ ഒരു ഫോഴ്സിലെ അവൻ വീണ്ടും താഴേക്ക് പോകുന്നു. എന്നിരുന്നാലും പിടിവിടാതെ ഡുക്കെയിൻ പറയും, ഓക്കെ, ഓരോ സമയത്തുമ്പോഴും ഞാൻ പറയാം, ആ കറക്റ്റ് സമയത്ത് നീ അതിൽ പിടിച്ച് മുകളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം ഡേവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡേവ് അതനുസരിച്ച് മുകളിലേക്ക് പിടിച്ച് കയറി ഒരു വിധത്തിൽ നമ്മുടെ ക്രിസിന്റെ ശരീരം എങ്ങനെയെങ്കിലും ഈ ഒരു ബെല്ലിലേക്ക് എത്തിക്കും. അപ്പോൾ ഡുക്കെയിനായാലും പെട്ടെന്ന് ക്രിസിനെ വലിച്ച് മുകളിലേക്ക് എടുത്തിട്ട് അവന് CPR കൊടുക്കുന്നു. അതേപോലെ തന്നെ ശ്വാസം കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടും ക്രിസിന് ഒരനക്കവുമില്ല. അങ്ങനെ ക്രിസിന്റെ ശരീരം അവിടേക്ക് മാറ്റിവെച്ച് ഇപ്പോൾ ഡേവും മുകളിലേക്ക് കയറാണ്. അപ്പോഴേക്കാണ് ക്രെയ്ഗ് അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നത്, ക്രിസിന് എങ്ങനെയുണ്ട്, അവൻ ശ്വാസം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ ശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഒരനക്കവുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ്. ക്രിസ് ആണെങ്കിൽ ഇവരെ നോക്കി കണ്ണും തുറന്നിങ്ങനെ കിടക്കുന്നു. അവൻ മരിച്ചോ ഇല്ലയോ, ഇനി മരിക്കാൻ പോവാണോ എന്നറിയാത്തൊരവസ്ഥ. അങ്ങനെ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുന്നു. ക്രിസിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ക്രെയ്ഗ് ആണെങ്കിലും ക്രിസിന്റെ നില എന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ അവർക്കൊരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ക്രിസിനെ ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ ഒരാളുടെ ശരീരത്ത് ഓക്സിജൻ ഇല്ലാതെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതുകൊണ്ട് തന്നെ തലച്ചോറിൽ ഓക്സിജൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിഡ് ക്രിസിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ക്രിസ് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. വേറൊന്നുമല്ല, അവന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി, അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ മുകളിലേക്ക് പറയുന്നതും ഇപ്പോഴാണ് ആ ഒരു കപ്പലിലുള്ള എല്ലാവർക്കും സമാധാനാവുന്നത്. അവർ സന്തോഷം കാരണം പരസ്പരം കെട്ടിപ്പിടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതുമല്ലാതെ മറ്റ് ചേംബറിലുള്ള ആളുകൾ അവരെല്ലാവരും ഈ ഒരു വിവരം അറിഞ്ഞിട്ട് അവർ നല്ലതുപോലെ സന്തോഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ക്യാപ്റ്റൻ, ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഇത് മാനുവലായിട്ട് നിയന്ത്രിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രിസിനെ അവിടെ കളഞ്ഞിട്ട് ഇവർക്ക് പോകേണ്ടി വന്നേനെ. അപ്പോൾ ഇത്രയും നേരം മുഖം അങ്ങനെ ദേഷ്യത്തിൽ വെച്ച് നമ്മുടെ ക്യാപ്റ്റനായാലും സന്തോഷം കൊണ്ട് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ആയാലും നമ്മുടെ ക്രിസ് ഡുക്കേനോട് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം മുകളിൽ വന്നിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്നും പറഞ്ഞ് ഇപ്പോൾ അത് കഴിയുമ്പോൾ ഇവരെ നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഇവരെ ആ ഒരു ചേംബറിലേക്ക് മാറ്റുകയാണ്. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഈ ഒരു ചേംബറിൽ തന്നെ കഴിയണം. താഴത്തെ ആ ഒരു സമ്മർദ്ദവും മുകളിലെത്തുമ്പോഴത്തേക്കുള്ള ആ ഒരു സമ്മർദ്ദവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ താഴെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നെല്ലാം നമ്മുടെ ഡേവാണ് ക്രിസിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ അവസാനം ഇവരെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ പോകുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ക്രിസ് ആണെങ്കിലോ അവൻ്റെ ഫിയാൻസയെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ അവൾക്കും അത്ര സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു ചേംബർ ഇപ്പോൾ തുറന്ന് എല്ലാവരും വെളിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഡുക്കേനായാലും ക്രിസിനോട് യാത്രയെല്ലാം പറഞ്ഞ്, അതുപോലെ ഡുക്കേനാണെങ്കിൽ ഇനിയിപ്പോൾ വിരമിക്കാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസിനെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ആ ഒരു ചേംബറിനകത്ത് കയറിയിരിക്കും. കാരണം അവൻ്റെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ താൻ ജോലി ചെയ്ത ആ ഒരു സ്ഥലം അവന് മറക്കാൻ കഴിയുന്നില്ല. ആ ഒരു ഓർമ്മകളെല്ലാം ഒന്നുകൂടി ആലോചിച്ച് നോക്കി നമ്മുടെ ക്രെയ്ഗിനോടും യാത്രയെല്ലാം പറഞ്ഞ്, ക്രെയ്ഗിനും നല്ല വിഷമമുണ്ട്, കാരണം ഇത്രയും വർഷത്തെ ഒരു ബന്ധമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രിസിനെ കാണിക്കുമ്പോൾ അവൻ നേരെ അവൻ്റെ ഫിയാൻസിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളായാലും കെട്ടിപ്പിടിച്ച് ഇവളായാലും അറിഞ്ഞ ആ ഒരു അപകടം ഇവർക്ക് സംഭവിച്ചെന്നുള്ള കാര്യം, പക്ഷെ ആർക്കാണ് സംഭവിച്ചതെന്ന് മാത്രം അവൾക്ക് അറിയത്തില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ക്രിസ് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട് അവൾ നല്ലതുപോലെ ഞെട്ടും. ഭാഗ്യം കൊണ്ടാണ് ക്രിസ് തിരിച്ചു വന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ ഒരു മൂവി അവസാനിക്കുമ്പോഴത്തേക്കും റിയൽ ആയിട്ടുള്ള ക്രിസ്, ഡേവ്, ഡുക്കെയിൻ ഇവരെ മൂന്നുപേരും കാണണ്ടേ. ദേ ഇതാണ് നമ്മുടെ ക്രിസ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ദേ ഡുക്കെയിനൊക്കെ നോക്ക്, അതേപോലെ തന്നെയുള്ള ആക്ടറിനെ തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് മൂന്നുപേർക്ക് സംഭവിച്ച ഒരു റിയൽ സ്റ്റോറിയും കൂടിയാണിത്. അപ്പോൾ യഥാർത്ഥ സ്റ്റോറിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും അതേ ജോലി തന്നെ ചെയ്യാനായിട്ട് ഈ ഒരു കടലിനടിയിലേക്ക് പോയി. അവർക്കൊരു കുഴപ്പമില്ല, അവർ വീണ്ടും അവരുടെ ജോലി തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.